നമസ്കാരം. 2024 BJP തന്നെ രാജ്യത്ത് അധികാരത്തിൽ വരും എന്ന ഉറച്ച വിശ്വാസവുമായാണ് BJP നേതൃത്വം മുന്നോട്ട് പോകുന്നത്. മോദിക്ക് മൂന്നാം ഊഴം ലഭിക്കും എന്ന സൂചനകൾ ഈ അടുത്തിടെ വന്ന തെരഞ്ഞെടുപ്പ് സർവേകൾ ഉൾപ്പെടെ നൽകിയിട്ടുമുണ്ട്. എന്തായാലും മോദി എഫക്ട്, മോദി ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് BJP രാജ്യത്തുടനീളം ജനങ്ങളോട് വോട്ട് തേടുന്നതും. അങ്ങനെ തന്നെയാണ് അവർ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചിരിക്കുന്നതും. പക്ഷേ ഈ 2024 ശേഷം 2029 എത്തുമ്പോൾ BJP ആരെ മുൻനിർത്തിയായിരിക്കും വോട്ട് തേടാൻ പോകുന്നത്? മോദിക്ക് ഒരു പകരക്കാരനായി അവർ ആരെയായിരിക്കും നിശ്ചയിച്ചിരിക്കുന്നത്? തീർച്ചയായും നരേന്ദ്രമോദിക്ക് ശേഷം യോഗി ആദിത്യനാഥ് ആയിരിക്കും BJPയുടെ ദേശീയ മുഖം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്ന ഒരു 5 അംഗ ഉന്നതതല സമിതിയുണ്ട്. ഈ സമിതിയിൽ ഇടം പിടിച്ച ഏക BJP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെയാണ്. നരേന്ദ്രമോദിയെ പോലെ RSSന്റെ പ്രചാരകനല്ല എങ്കിൽ പോലും RSS നേതൃത്വത്തിന് വളരെ താല്പര്യമുള്ള ഒരു നേതാവാണ് ഈ യോഗി ആദിത്യനാഥ്. അതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഹിന്ദുത്വ രാഷ്ട്രീയത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയാണ്. മാത്രമല്ല, വിവാഹമോ കുടുംബജീവിതമോ ഒന്നും ഇല്ലാത്ത ഒരു നേതാവ് കൂടിയാണ് ഈ യോഗി ആദിത്യനാഥ്. പൊതുവെ RSS പ്രചാരകർക്കുള്ള ഒരു രീതി കൂടിയാണിത്. എന്തായാലും 2029 യോഗി ആദിത്യനാഥ് BJPയുടെ ദേശീയ മുഖമാകാൻ പോകുന്നില്ല. സാധാരണയായി BJPയിൽ ഒരു 75 വയസ്സ് വരെ മാത്രമേ നേതാക്കൾ പ്രവർത്തിക്കാറുള്ളൂ. അതിനുശേഷം അവർ സ്വയം വിരമിച്ച് പിൻനിരയിലേക്ക് പോവുകയും അതിനുശേഷമുള്ള രണ്ടാം നിര നേതാക്കളെ ഉയർത്തിക്കൊണ്ട് വരികയും ഒക്കെയാണ് ചെയ്യാറുള്ളത്. ഇതിന് BJP ഇളവ് നൽകിയ 2 നേതാക്കളുണ്ട്. ഒന്ന് കർണാടകത്തിലെ VS യെദ്യൂരപ്പ, 2 നമ്മുടെ കേരളത്തിലെ രാജഗോപാൽ. ഇവർ 2 പേരും പ്രായാധിക്യം ഉണ്ടായിട്ട് പോലും നേതൃത്വത്തിൽ സജീവമായി നിറഞ്ഞു നിന്ന നേതാക്കൾ തന്നെയായിരുന്നു. RSS ഒരിക്കൽ കൂടി ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇളവ് നൽകുന്നുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തന്നെയായിരിക്കും. കാരണം ഇതിന്റെ ചില സൂചനകൾ അസമിന്റെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നൽകിയിരുന്നു. 2023 മോദി തന്നെ അധികാരത്തിലെത്തുമെന്ന തരത്തിലുള്ള ചില പ്രസ്താവനകൾ ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. മാത്രമല്ല, RSSന്റെ നേതാക്കളും ഓഫ് ക്യാമറയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. യോഗി ആദിത്യനാഥും സമാനമായ പ്രസ്താവനയുമായി രംഗത്തെത്തിയ കാര്യം നമ്മൾ മറന്നിട്ടില്ല. 2025 RSS അതിന്റെ 100ാം വാർഷികം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. RSSനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ BJP മുന്നോട്ട് കൊണ്ടുപോകാൻ, ഈ നേതൃത്വത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും അധികം പ്രാവീണ്യമുള്ളത് നരേന്ദ്രമോദിക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മോദി തുടരാനുള്ള സാധ്യതകളുമുണ്ട്. അതിനർത്ഥം 2023 മോദി പ്രഭാവം അവസാനിക്കില്ല എന്ന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ മലയാളം.